മത്തായി 6:19-20 തിരുവചനങ്ങൾ. മത്തായി 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തട്ടുംപുറത്തുള്ള മുകളിലുള്ള പരിപാടിയാണ്, അവിടെ എങ്ങനെ കൊണ്ടുപോയി എന്തോ നിക്ഷേപിക്കണേ, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. സ്വർഗം എന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി നിധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ മനസ്സാണ് സ്വർഗം. അവിടെ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉള്ള എവിടെയാണ്? കർത്താവിൻ്റെ മനസ്സിലാണ്. അതാണ് നമ്മുടെ സ്വർഗം. ഈശോയുടെ മനസ്സിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകണം. മോസസിനൊക്കെ ഉണ്ടായ ഗുണമെന്ന്, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തു തരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞത്, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീതിനകത്ത് വലിയ കേമത്വമൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ചില സമയത്ത് കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത് ആ ജനത മോസസിനെ ഇങ്ങനെ, അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും, ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടും കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാർഡ് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെക്കുറിച്ച് എടുത്ത് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല.
പക്ഷെ എന്നാലും മോസസിന് ഭയങ്കരമായ മോശം പറയും, ഭൂമിയിലെ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലാഞ്ഞെന്നൊക്കെ പറയും. അപ്പം വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തീർക്കും. അതാണ് പറയണത്, അവനെപ്പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണല്ലേ എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ, മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. ഇവിടെ കൊടുത്തിട്ട് ഹല്ലേലൂയ. സംഖ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം കറുത്ത, അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയാണ്. എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം, പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദൈവത്തിന് മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ ബൈബിൾ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും, നിനക്ക് തലക്ക് പ്രാന്താണ്, 10 രൂപ നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെന്ന്. അപ്പം നിങ്ങളുടനെ അവിടെ കടുത്തേക്ക് കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, ആ കാണേണ്ട പാട്ടി കാണുകയും അക്കൗണ്ട് ആകേണ്ട ഫലത്ത് അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോസസിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഷെയർ ചെയ്യാനുള്ളതല്ലെന്ന് മനസ്സിലായ? അതാണ് അമ്മയും അങ്ങനെയാണ്, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറഞ്ഞത്. തന്നോട് തന്നെ പറഞ്ഞതാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞതല്ല വിഷയം. നമ്മുടെ പല ഈ ഇന്ധന ചോർച്ചയും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. जय यीशु। ईशा मिशा में प्रिय भाइयों बहनों, आज हम ये पवित्र जगह पे खड़ा है। इसके एक बड़ा इंसिडेंट घटना हमारे ज़िंदगी में माँ मरियम द्वारा शुरू हो गया है। इसको बताने के लिए बॉम्बे से हम लोग आया है। मेरा नाम जोसेफ है, ये मेरा औरत है मिसिस है, इसका नाम मेरी है। हम लोग बॉम्बे में रहता है। बॉम्बे में मैं बिजनेस करता है। प्रिय भाइयों बहनों, जो गया साल में एक बड़ा घटना हो गया, लेकिन माँ मरियम का इतना भयंकर अधिशक्ति का जो मध्यस्थ है, वो इसके द्वारा प्रभु यीशु ने हमारे ज़िंदगी में बहुत बड़ा काम किया है।
मैं बिजनेस करता है। मेरा अकाउंट बैंक ऑफ इंडिया है। हम अच्छा से काम करता है। 25 साल से हमारा अकाउंट चलता है। बैंक वाला सब खुश है क्योंकि हम अच्छा से धंधा करता है। लेकिन प्रिया भाइयों बहनों, इसके द्वारा बैंक वाला ने हमको और ओडी फैसिलिटी करके दिया है। सीसी अकाउंट का बोलता है। सीसी अकाउंट का हम काम चलता है, बहुत अच्छा से चल रहा था। लेकिन हम सबको मालूम है, दुनिया जानता है, जो कोविड हुआ है, कोविड का द्वारा हमारा जो बिजनेस एकदम आस्ते आस्ते कम होने शुरू हो गया। इसको द्वारा कंप्लीट पूरी तरीके से वो बंद हो गया है, जो हमको पेमेंट करने का नहीं हो रहा था बैंक में। लेकिन छोटा छोटा पेमेंट आता है, वो सब अच्छा से करता था। लेकिन बैंक वाला भी फिर भी बोलता था पैसा भरो, लेकिन हमको दिक्कत होएंगी। एक्चुअली उन लोगों ने 15 लाख का मुझे सीसी अकाउंट उन्होंने खुद ही बुला के दिया था, बैंक ने दिया है। लेकिन इसका इंटरेस्ट सब बढ़ते बढ़ते गया है। हम छोटा छोटा अमाउंट बढ़ते तो भी जो इंटरेस्ट बढ़ते गया वो करीब 26 लाख तक का इसको जमा हो गया। तो उन लोग हमारा पीछे लगा, उन लोग कैसे भी करके पैसा भरो। जो भी हम लोगों ने थोड़ा थोड़ा पैसा भरा है, लेकिन इससे काम नहीं हो रहा। लेकिन एक दिन उन लोगों ने हमको एक नोटिस भेजा है, आपका घर जब्त होने को चांसेस है, इसके लिए आप थोड़ा जागरूकता में रहो, थोड़ा कॉशियस रहो। तो इसके लिए आप अच्छा से काम करने देखो। लेकिन प्रिया भाइयों बहनों, ये कोरोना का वजह से मेरा पूरा क्लाइंट बंद हो गया। मैं इंपोर्ट एक्सपोर्ट का काम करता है, पूरा तरीके से उसको क्लाइंट बंद हो गया है। इसकी वजह से मुझे कुछ नहीं कर सका है। उस समय में प्रिय भाई बहनों, बैंक वाला हमको तकलीफ आना शुरू हो गया, देना शुरू हो गया। उस समय में हम लोग कृपासनम के बारे में मालूम पड़ा। माँ मरियम द्वारा इधर बहुत सारा बड़ा बड़ा चमत्कार होता है। तो हम भी इधर 2019 में यहाँ पे आया है। हमने जो विधान ले लिया है, कॉवेनेंट ले लिया है माँ मरियम द्वारा, इसके द्वारा भी थोड़ा थोड़ा चलने शुरू हो गया। लास्ट में हमको कुछ करने को मौका नहीं मिला। प्रिया भाई बहनों, गया साल में 2025 जो जून 9 को उन लोग घर पे आया, उन लोग ने हमारा घर जब्ती हो गया। लेकिन उन लोग ने पूरे क्रूकड तरीके से किया है, नहीं करेगा करके उन्होंने बोला हम जो कुछ नहीं करने वाला। लेकिन जैसे हम बैंक से निकला, उन लोग जो एडवोकेट को भेजा, बैंक ऑफिसर को भेजा, पुलिस को भेज के हमको पूरी तरह से बाहर कर दिया है। हमारे पास कुछ नहीं है। वो बहुत बड़ा तकलीफ में हम लोग फंसे हुए। अभी क्या करें, कैसे करें? आपको मालूम है, जी भी हमको तकलीफ परेशानी आता है, कोई भी व्यक्ति हमें मदद करने को नहीं आता है। कितना भी बड़ा आदमी हो, कितना भी दोस्त हो, कितना रिश्तेदार हो, कोई भाई बहन हो, माँ बाप हो, कोई भी हो, लेकिन जे भी हम तकलीफ परेशानी में आता है, कोई हमको मदद करने को नहीं आता है। लेकिन प्रिय भाई बहनों, हम क्या करेंगे, कैसे करेंगे? हमारा दिमाग में कुछ काम नहीं चलता है। लेकिन हमारा एक दोस्त ने बोला, आप घबराओ मत, टेंशन मत लो, आपका उधर चापल रहेगा तो चापल में जाके बैठो, उधर आप रोसरी करते रहना। तो रोसरी के साथ में हम कृपासन का सारी जो प्रार्थना करते रहता है, सुबह का और शाम को जो प्रार्थना करते रहता है, कंटिन्यूसली एक के पीछे हम प्रार्थना करते रहते था। प्रिय भाइयों बहनों, हमको मालूम नहीं है क्या होएगा, कैसे होएगा, कुछ पता नहीं है। लेकिन जो प्रार्थना के द्वारा हमारा एक व्यक्ति ने बोला, तुम्हारा अकाउंट हम उसमें डाल दूँ, लेकिन आपको मदद करने के लिए कोई नहीं रहेगा। कुछ पैसा मिल सकता है, 20-25 हज़ार रुपये मिलेगा, मैक्सिमम 50,000 रुपया आएंगे। लेकिन हमारा जो जब्ती हो गया 26 लाख का है। जो बैंक के साथ में हमारा बहुत अच्छा रिश्ता है, 25 साल का 25 साल का हमारा रिश्ता है। तो हम पहले को मैनेजर को कांटेक्ट किया, उन लोगों ने बोला अभी जोसेफ कुछ नहीं कर सकता है, आप 10 दिन के अंदर कम से कम 25 लाख रुपए लेके आएगा तो आपको घर बचा सकता है, आपका घर वापस मिलेगा, नहीं तो हम कुछ भी नहीं कर सकता है। प्रिय भाइयों बहनों, उस समय में कैसे करेंगे, क्या करें, मुझे बिल्कुल पता नहीं है। कैसे इतना सारी पैसा इकट्ठा जमा कैसे करेंगे, हमको बिल्कुल मालूम नहीं था।
लेकिन जो प्रार्थना करने शुरू हो गया। प्रिय भाई बहनों, एक एडवोकेट ने, एक फादर जी ने हमको एक एडवोकेट को दिया, बॉम्बे हाई कोर्ट में प्रैक्टिस करने वाला एडवोकेट है, इसके पास गया है। वो भी एक मलयाली था, इसके साथ में बात किया। उसने बोला अभी कुछ नहीं कर सकता है, पहले आए तो कर सकते हैं, अभी कुछ भी नहीं कर सकता है। उन लोग नीलाम करेंगे, नीलाम को बाद में आपको मिलेगा तो मिलेगा, कम से कम 2-3 साल ऐसे जाएंगे, ऐसे अभी हम कुछ नहीं कर सकते। उसने भी हाथ ऊपर किया है, लेकिन हमने आशा भरोसा नहीं छोड़ा है। हमारा आशा भरोसा प्रभु यीशु का है और मां मरियम के द्वारा हमारा इतना आशा भरोसा है, पूछो मत प्रिय भाइयों बहनों। क्योंकि मां मरियम इतना बड़ा चमत्कार करने के लिए अपना बेटे को उसके फोर्स किया है, जो इसके द्वारा बेटा ने अच्छा बड़ा चमत्कार किया है। हमको मालूम में ये कानान का शादी पे महामरियम ने कैसे मध्यस्थ किया, वो परिवार को कैसे अपमान से बचाया, ऐसे हमको मालूम है। हम महामरियम को घुटना टेके सुबह शाम को हमने प्रार्थना शुरू किया, अपना कोविड ये कॉवेनेंट प्रेयर किया है। प्रिय भाइयों बहनों, जो व्यक्ति ने बोला 50 मैक्सिमम मिल सकते हैं, लेकिन प्रभु यीशु ने काम करने शुरू हो गया। तो उन लोग ने बोला तुम कैसे भी करके आ जाओ। तो एक बार हम बैंक में चला गया है, जो मैनेजर छुट्टी पे था, मैनेजर से बात किया, 24 लाख उसने बोला मैं एक काम करता हूँ, तुम्हारा मैं 1 सेम सेटलमेंट करता हूँ, 14 लाख में 1 सेम सेटलमेंट करेंगे। लेकिन सेटलमेंट आज करने के टाइम में 50% अमाउंट आपको आज भरने पड़ेगा, यानी 7 लाख रुपीस मुझे भरने पड़ेगा। बाकी जो 7 लाख के 14 लाख को, बाकी रिमेनिंग 7 लाख के 1 महीने के अंदर भरेगा तो आपको घर हम वापस दे सकता है। प्रिय भाई मेरा, हमारे पास कुछ भी नहीं है, सच्ची में बिल्कुल 1 रुपये भी नहीं है, वो कंडीशन में था हम लोग, लेकिन हमने प्रार्थना शुरू किया। प्रिय भाइयों बहनों, हमारा बारे में किसी को मालूम पड़ा, हम लोग उधर अच्छा से प्रार्थना चलाता था, प्रभु का ये वचन बताता था, ये गवाही दूसरे को बताता था। तो वो आदमी लोग जमा हो गया, उसने बोला उन लोग मुझे हमको बताए नहीं, अपने आप को जमा करके उन लोग दोस्तों मिलके हमको 7 लाख रुपया जमा करके हमारे हाथ में लेके आके बोला, जो लो, मेरे बोला ये पैसे लो, आप बैंक में जाके आपको पैसा ये 7 लाख को भरो, बात का अपन देखेंगे। प्रिय भाई बहनों, प्रभु यीशु ने ये काम शुरू किया। कैसे है? मां मरियम को द्वारा हम लोग दोनों मिलके घुटना टेक के दोनों हाथ पकड़ के शाम सुबह हम प्रार्थना करते गया है। इसको द्वारा प्रभु ने बड़ा काम करने शुरू हो गया। 7 लाख रुपया बैंक में गया, हम लोग जो फॉर्म भर के दिया, ये लोग 1 सेम सेटलमेंट 14 लाख का 7 लाख रुपये पकड़ो करके दे दिया। 7 लाख रुपये में मैनेजर ले लिया, लेकिन मैनेजर को मालूम है इसको पैसा भरने के नहीं होएंगे। लेकिन प्रिय भाइयों बहनों, प्रभु का योजना अलग है, प्रभु का योजना अलग है। प्रभु कहता है यिर्मयाह के ग्रंथ में 29वां अध्याय 11वां वचन में ये कहता है, तुम्हारे बारे में मेरा निर्धारित मेरा योजना है, तुम्हारा अहित का नहीं हित का योजना है, आशामय भविष्य का योजना है। प्रिय भाई बहनों, प्रभु को योजना है, योजना से चला। प्रिय भाई बहनों, हमारा अकाउंट में पैसे आने शुरू हो गया। उन लोग भी बोले सरपंच ये कहाँ से पैसे आते, इंडिया का आउट ऑफ इंडिया से पैसे आते। प्रिय भाई बहनों, 22 दिन के अंदर हमारा अकाउंट में 14 लाख आया है। हालेलुया, जो बहुत बड़ा मिराकल है। प्रिय भाइयों बहनों, हम कभी सोचा नहीं ऐसा होएगा करके, लेकिन हमारा प्रभु काम करता है, हमको समझ में नहीं आता है। आदमी लोग का दिमाग में, मनुष्य लोग का दिमाग में प्रभु का जो योजना हमको समझ में नहीं आता। प्रिय भाइयों बहनों, यिर्मयाह के ग्रंथ में 32वां अध्याय 27वां वचन ये कहते हैं, मैं सर्वशक्तिमान ईश्वर हूँ, सर्वशक्तिमान ईश्वर, मेरे लिए कुछ असंभव है। प्रभु यीशु हमको पूछता है मेरे लिए कुछ असंभव है। प्रिय भाई बहनों, प्रभु ने ऐसा बड़ा काम किया है, जो हमारा जो 22 दिन का अंदर जो 1 महीने का टाइम बैंक मैनेजर ने दिया, इसको पहले ही 22 दिन का अंदर 14 लाख रुपया भर गया है। जो हम लोग बैंक में जाके उसको भर दिया, बैंक वाले भी सरप्राइज हो गया। प्रिय भाइयों बहनों, उन लोग हमारे घर पे आ गया। जो थाला उन लोगों ने मार दिया था बैंक वाला ने, वो थाला उसने
खोल दिया है। एशिया के ग्रंथ में 22वां अध्याय 22वां वचन ये कहते हैं, मैं दाऊद का घराने के कुंजे इसको खंद पे रखा है, वो खोलेगा तो कोई वो खोल नहीं सकता है, वो खुला गया तो वो कोई बंद नहीं कर सकता है, वो खोलेगा तो कोई बंद भी नहीं कर सकता है। प्रिय भाई बहनों, हमारा घर खोल के दिया है। माँ मध्यस्थ का इतना अधिशक्ति का जो मध्यस्थ द्वारा प्रभु यीशु ने बहुत बड़ा चंगाई किया है। हालेलुया, हालेलुया। प्रिय भाई बहनों, ये हम जो प्रेस का काम करता है, प्रभु के लिए हम लोगों ने काम करना शुरू होता है। हमारा जो प्रार्थना का पेपर आता है, ये पेपर हम बॉम्बे में लेके जाता है, कई बड़ा बड़ा हॉस्पिटल में लेके जाता है। जो कृपासनम पत्र इधर के हमको मिलता है, कृपासनम पत्र आपको सबको मालूम है, वो हम लेके जाता है बड़ा बड़ा हॉस्पिटल में। जो उसका बहुत सारा बीमारी है, भयंकर बीमारी है, स्पेशली जो कैंसर का बीमारी, HIV पेशेंट, जो ब्लड कैंसर, बस छोटा छोटा बच्चा लोग कहाँ से इंडिया का कोना कोने से आता है, स्पेशली नॉर्थ साइड से आता है, वेस्ट बंगाल से आता है, यूपी से आता है, MP से आता है, रांची से आता है। प्रिय भाई बहनों, महीने महीने उन लोग रास्ते में, सड़क में, आपको मालूम है हमारा कितना अच्छा है, उधर बॉम्बे के सड़क में उन लोग पड़ा रहता है, महीना 1 महीना 2 महीने उसके पास जाके हम लोग कृपासनम पत्रिका देता है, बोलता है ये माँ मरियम का है। इधर केरला में बहुत बड़ा चंगाई होता है, वही चंगाई आप जिंदगी में करेगा। प्रिय भाई बहनों, हम दोनों जाता है, खाना पका के खाने को पैसा उन लोग को देता है, जो उन लोग को खाने को, जो चाय पीने को पैसे भी देता है। अगले हफ्ते जाते वक्त उन लोग बोलता है हमारे ज़िंदगी में वो ने बहुत बड़ा चमत्कार करने शुरू हो गया। कई व्यक्तियों को कैंसर ठीक हो गया, कई व्यक्तियों को बीमारी ठीक हो गया। प्रिय बहुत सारा सूचना के रहता है, वो सब कम हो गया। प्रिय भाई बहनों, उसके साथ में हम लोग पूना में भी जो प्रभु के बारे में बात करता है, उधर भी बहुत बड़ा चंगाई होता है। कम से कम 50 आदमी लोग कलीसिया में ज्वाइन हो गया। हालेलुया, हालेलुया। प्रिय भाई बहनों, 2 अक्षर मेरा मिसिस ने जो प्रभु यीशु के बारे में बताए, 2 मिनट आपके लिए बताएंगे। प्रेज द लॉर्ड। मेरा नाम मेरी, मेरा पति है जोसेफ। 2019 जून 1 तारीख को हमारा प्रत्यक्ष ये विधान का ज़िंदगी चालू हो गया था, लेकिन कई सारा आशीष हम लोगों को मिले थे। अभी बीच में एक बड़ा चमत्कार हमारा ज़िंदगी में हुआ था, वो मेरे पति ने बताया है। और प्रभु ने मुझे, हम लोग को एक आशीष दिया है कि कई प्रोटेस्टेंट लोग हमारे पास आ जाते हैं, तो उन लोगों से हम लोग माँ मरियम के बारे में बताते हैं। ये जब भी हम कृपासनम के बारे में पता चला, उसके बाद माँ मरियम का क्या क्या विशेषता है वो उन लोगों से बोलने चालू हो गया। कई प्रोटेस्टेंट लोगों ने माँ मरियम द्वारा प्रभु यीशु से प्रार्थना करने चालू हो गया। तो बहुत आशीष का बात है। उन लोग बोलते हैं अभी सालों से हम प्रोटेस्टेंट विश्वास में थे, लेकिन जब भी हम माँ मरियम द्वारा प्रार्थना करने चालू हो गया, तभी हमारे घर पे इतना शांति खुशी है और गरीबी बिल्कुल नहीं है, और हमारा आटा गूंदने के पात्र में भर भर कर खाना है। तो इतना बड़ा बड़ा चमत्कार प्रभु यीशु और अपना कृपासनम पत्रिका द्वारा करते रहते हैं। तो माँ मरियम को, प्रभु यीशु को बहुत बहुत कोटि कोटि धन्यवाद हम बोलते हैं। हमारा आगे का यह है निर्णय कि हमारा ये विधान का जिंदगी प्रत्यक्षीकरण द्वारा माँ मरियम का महिमा हमारा ज़िंदगी में प्रकट कर कर उसका साक्षी बनकर जीने के लिए प्रभु यीशु से हम लोग आशीष मांगकर हमारा गवाही यहाँ खत्म करते हैं। ആമേൻ. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിന് ഞാൻ ആദ്യം ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷാമോൾ തോമസ്. ഞാൻ കോട്ടയം മുണ്ടക്കയത്തുനിന്ന് വരുവാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 3-നാണ്. ഞാൻ എൻ്റെ അമ്മ വഴിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി അറിയുമ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പത്രം തരുന്നവരോട് ഞാൻ വേണ്ടാന്ന് പറയുമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു തരാത്തതിൽ എനിക്ക് ഒരുപാട് നീരസം ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മ വഴി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉടമ്പടി എടുത്തു. അതുവഴി
എനിക്ക് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ റിസൈൻ വെച്ചു, ഡേറ്റ് ഓഫ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോയി. ഡിസംബർ 21 ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 1000 പേരോളം വന്ന ഇൻ്റർവ്യൂ ആണ് അന്നതിന്. അതിൽ 250 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അതിലൊരാളായിട്ട് എന്നെ അമ്മ സെലക്ട് ചെയ്തു. അന്ന് ഞാൻ ഉടമ്പടി കാശ് രൂപവും മാതാവിൻ്റെ തൈലവും ഉപ്പുമായി പോയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി മാതാവിൻ്റെ കൂടെ ഉണ്ട്. ഇത്രയും ചെയ്യാൻ പറ്റിയ മാതാവിന് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നി. ഡേറ്റ് ഓഫ് ഫ്ലോ കംപ്ലീറ്റ് ചെയ്തു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ വെച്ചു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. എല്ലാവർക്കും ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയപ്പോൾ കിട്ടുമ്പോൾ 3 ആഴ്ചയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ ഒന്നും നീരസമൊന്നും കാണിച്ചില്ല. ഞാൻ മുന്നോട്ട് പ്രാർത്ഥിച്ചു. ഞാനിന്ന് കരയുന്ന കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും അടയാളം കിട്ടും, മാതാവ് എന്തെങ്കിലും തരും. ഞാൻ കിടന്നുറങ്ങുമ്പം 1 മണി 1:30 സമയപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ഫ്ലോ കംപ്ലീറ്റ് ആയെന്നുള്ള മെയിൽ വന്നടി ആ സ്വപ്നം കണ്ട് ഞാൻ എഴുന്നേറ്റു. പിറ്റേ ദിവസം ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് ആശാനിലയത്തിൽ പോയി അവിടുത്തെ അമ്മമാരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അവർ 10 സമയം ചിലവഴിച്ച് തിരിച്ചു വരും. തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ് ഓഫ് ഫ്ലോ കംപ്ലീറ്റ് ആയി, എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എക്സാമിന് അങ്ങനെ ഡേറ്റ് എടുക്കാൻ പറ്റി. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതാണെങ്കിലും മുംബൈയിലാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല എങ്ങനെ പോകണമെന്ന്. അന്ന് ചെന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും RIC ഒക്കെ കിട്ടിയത്. തിരിച്ചു വരാൻ ഞങ്ങൾ എങ്ങനെ വരുന്നതെന്ന് പോലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. തിരിച്ചു വരാൻ ടിക്കറ്റും എടുത്തില്ല, നേരെ വീട്ടിലോട്ട് പോന്നു. എക്സാം ചെന്ന് എഴുതാമെന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുള്ളായിരുന്നു. ഞങ്ങൾ അപ്പോഴും പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു കൂട്ടിനെ തരണേ, ഞങ്ങൾക്കൊരു കൂട്ടിനെ തരണേ മുംബൈ വരെ പോകാനായിട്ട്. ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവിടെ 12 ദിവസത്തെ കോഴ്സിന് വന്നു. എല്ലാ ദിവസവും ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, എക്സാം സെൻറ്റർ എവിടെ കിട്ടിയത്, ആർക്കെങ്കിലും മുംബൈ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 3 ദിവസമായി ആരെയും കിട്ടിയില്ല. വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് സങ്കടമാണ്, മാതാവ് ഞങ്ങൾക്ക് കൂട്ടിനെ പോലും തന്നില്ല എന്നോർത്ത്. അങ്ങനെ എനിക്ക് 4ാമത്തെ ദിവസം എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന കൊച്ചിനോട് വെറുതെ ഞാൻ ചോദിച്ചു, എവിടെയാണ് എക്സാം സെൻറ്റർ എന്ന്. അവൾ പറഞ്ഞു, മുംബൈയിലാണ്. മുംബൈയിൽ എൻ്റെ അതേ എക്സാം സെൻറ്ററിൽ എക്സാം എഴുതുന്ന എനിക്കൊരു കൂട്ടിനെ മാതാവ് കൊണ്ട് തന്നു. അവളും മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് വന്നു. എക്സാമിന് മുംബൈ വന്നു, എക്സാം എഴുതി. ഫെബ്രുവരി 19-നായിരുന്നു എൻ്റെ എക്സാം. 210 ക്വസ്റ്റ്യനാണ് എനിക്കുള്ളത് സൗദി പ്രോമെട്രിക്കിന്. 210 ക്വസ്റ്റ്യൻ ആദ്യത്തെ 105 ക്വസ്റ്റ്യൻസ് ഞാൻ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാണ് നടന്നതെന്ന്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ വായിക്കും, ആൻസർ ചെയ്യും. വേറെ ഓരോ ഓപ്ഷനും ഞാൻ നോക്കുന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് എൻ്റെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ആദ്യം തൊട്ട് പിന്നെയും വായിച്ചു നോക്കി. ശരിയാണ്, ആൻസറൊക്കെ ചെയ്തേക്കുന്നത്. ഡൗട്ടുള്ള 1-2 ഉണ്ട്. പക്ഷേ എന്നാലും 3/4 ഞാൻ വായിക്കുന്നതൊക്കെ ശരിയാണ്. മുന്നോട്ട് പോകും തോറും 2ാമത്തെ സെക്ഷന് ഞാൻ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പിന്നെ സമയം കളയുന്നില്ല. 2ാമത്തെ സെക്ഷൻ എടുത്തു. അതും അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. അതും ആൻസർ എടുത്ത് കഴിയുമ്പോഴാണ് ഞാൻ സമയം നോക്കുന്നത്. സമയം നോക്കുമ്പം അരമണിക്കൂറായിട്ടേ ഉള്ളൂ. പിന്നെയും കിടക്കും ആ സമയം മുന്നോട്ട്. 1:30 എക്സാം കഴിഞ്ഞിറങ്ങേണ്ട ഞാൻ 11:30 ആയപ്പോൾ എക്സാം കഴിഞ്ഞിറങ്ങി. അങ്ങനെ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴും അപ്പോഴാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് തിരിച്ചു പോകുന്നതിനെ പറ്റി. അപ്പോഴും ഞങ്ങൾ ആലോചിച്ചു, ലോക്കലിന് ഏതെങ്കിലും കിട്ടുന്ന ട്രെയിനിന് കയറി പോവാം, കയറി ഇറങ്ങിയാണെങ്കിലും പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ മാതാവിൻ്റെ തീരുമാനം അതല്ലായിരുന്നു. മാതാവ് പലരിലൂടെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. മാതാവ് എക്സാം എഴുതാൻ വന്ന മലയാളികളെ വേറെ കുട്ടികളുടെ പേരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ലോക്കലിന് പോകുന്നത് സേഫ് അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കുന്ന 2-3 പേര് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. എന്നിട്ട് കൂട്ടുകാരെ വിളിക്കുന്നു, ഏജൻസികളോട് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. അതും ആ ഒരു ബസ്സിൽ 2 സീറ്റേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് സേഫായിട്ട് നാട്ടിൽ വരാൻ പറ്റി. 23-നാണ് ഞാൻ നാട്ടിൽ തിരിച്ച് എക്സാം കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞ് 26-ാം തീയതി ഞങ്ങൾ സ്ഥിരം പോകുന്ന പോലെ തന്നെ അമ്മമാരുടെ അടുത്ത് ചെന്നു. എക്സാം എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു. എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു വരും വഴി മാർച്ച് ആദ്യം വരുമെന്ന് പറഞ്ഞിരുന്ന റിസൾട്ട് ഫെബ്രുവരി 26-ന് വന്നു. അത് പക്ഷെ ഞാൻ വെറുതെ വിശ്വാസ പ്രമാണം ചൊല്ലിയിരിക്കുന്ന സമയത്ത് വെറുതെ മെയിലെടുത്ത് നോക്കിയപ്പം ആദ്യം കാണുന്നത് ഞാൻ പാസ്സായി എന്നാണ്. പിന്നെയാണ് ഞാൻ സ്കോർ പോലും അറിയുന്നത്. എനിക്ക് എന്നിട്ടും വിശ്വാസമായില്ല. ഞാൻ ഏജൻസിയിലെയും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, അതേടെ റിസൾട്ട് വന്നതാണ്, താൻ പാസ്സായതാണെന്ന് പറഞ്ഞു. മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് എക്സാം പാസ്സായി. പിന്നെ മെഡിക്കലായിരുന്നു. മെഡിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കന്ന് ഭയങ്കര പനിയായിരുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് 1 ആഴ്ചയായിട്ട്, പക്ഷെ കുറയുന്നില്ല. വയറ്റിൽ നിന്ന് ഒഴിച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ തീർത്തില്ലാണ്ടായാണ് അന്ന് മെഡിക്കലിന് പോയത്. അന്ന് അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എക്സ്റേയിലെ ചെറിയ സ്ക്രാച്ചിന് പോലും 2-ാമതും 3-ാമതും ചെയ്യിക്കുന്നു. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്ന് കൂട്ടത്തിലുള്ള കൊച്ച് പറഞ്ഞു. അവൾ 2ാമത്തെ തവണയാണ് വരുന്നത്.
പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ മെഡിക്കലിന് ഞാനാണ് അവിടെ കയറിയത്. കാൽസ്രൂപം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി, ഉപ്പ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. അവിടുന്ന് ഏറ്റവും ആദ്യം മെഡിക്കൽ പാസ്സായി ഇറങ്ങിയത് ഞാനാണ്. എൻ്റെ മെഡിക്കൽ മാതാവ് കംപ്ലീറ്റ് ആക്കി തന്നു. അതുപോലെ VFS എടുക്കാൻ പോയി എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അവിടെയും മാതാവ് എനിക്കൊരു കൂട്ടിനെ വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ചെയ്തു തന്നു. പിന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. വിസ വരാനായിട്ട് അവർ പറഞ്ഞിരുന്ന ടൈം കഴിഞ്ഞു. പക്ഷേ ഈ വാറും ഇഷ്യൂസും കണ്ട കാരണമാണ് ലേറ്റ് ആവുന്നത്. അപ്പം ഇനി എന്താവും എന്നറിയത്തില്ല, അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിരുന്ന ഡേറ്റിനെ തൊട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് വിസ കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. എൻ്റെ ടിക്കറ്റ് വന്നു. ഇത് എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടുന്നത് കാരുണ്യപ്രവർത്തികളായിട്ടുള്ള ഞാൻ ചെന്ന ആശാനിലയത്തിലെ അമ്മമാരുടെ അടുത്ത് പോയിട്ട് വരുമ്പോഴാണ്. അവരുടെ അടുത്ത് പോയി അവരുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്നു. എനിക്കെന്തെങ്കിലും മാതാവ് നല്ലൊരു വാർത്ത വെച്ചിരിക്കും. അന്ന് തന്നെ ചിലപ്പോൾ കാണും, അല്ലെ എൻ്റെ പിറ്റേ ദിവസം കാണും. അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സൗദിക്ക് പോകാനായിട്ടുള്ള എൻ്റെ ടിക്കറ്റുമായിട്ടാണ്. 13-ാം തീയതി എൻ്റെ മാതാവിൻ്റെ കൃപയാൽ ഞാൻ കയറിപ്പോവാണ്. പരിശുദ്ധ അമ്മ ദേവകുമാരനിൽ നിന്ന് മേടിച്ചിരുന്നു ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് എൻ്റെ മുന്നിൽ സഹായത്തിന് വേണമെന്നവർക്ക് ഞാൻ സഹായം ചെയ്യും. പത്രം കൊടുക്കും, മാതാവിനെ പറ്റി സംസാരിക്കും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ആത്മീയ ജീവിതമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. വെറുതെ ഇരുന്നാൽ പോലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഒരു മന്ത്രം പോലെ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും വിശ്വാസ പ്രമാണം. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടിയിലായിരിക്കും. എൻ്റെ കുടുംബം ഉടമ്പടിയിലാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.